Good afternoon. Good afternoon, miss. Good afternoon. Hello. Good afternoon, Udit Ullas. നല്ല പേരാണ് കേട്ടോ, ഉദിത് ഉല്ലാസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിച്ചു. ഓക്കെ. മഴയാണല്ലേ? ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നില്ല. ഇപ്പൊ ശാന്തമായിട്ട് ഇരിക്കുവാണ്. ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അപ്പൊ മൈക്ക് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ലബോറട്ടറി അതിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ പാത്തോളജി പറഞ്ഞു, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, അതിന്റെ 3 പാർട്ടുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹൈറാർക്കി പറഞ്ഞു, ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹൈറാർക്കിയും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ. Okay, infrastructure. Infrastructure of the laboratory changes with the needs of the clinical research. Service provided by the laboratory, but the basic needs should meet the regulatory and the international standards. Infrastructure of a laboratory directly affects the quality of research data, efficiency, and the safety of laboratory workers. The management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of a laboratory. അതായത് ലബോറട്ടറിയുടെ ഭൗതിക സൗകര്യങ്ങൾ അതിന്റെ ക്ലിനിക്കൽ ഗവേഷണ സേവനങ്ങളുടെ ആവശ്യാനുസരണം മാറി വരാം. അതായത് ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞാല് അതിന് ഫെസിലിറ്റീസ് ഉണ്ടാവും അല്ലെ? പക്ഷെ എല്ലാ ലബോറട്ടറികളും ഒരേ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അവര് കൊടുക്കുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസിന്റെ അടിസ്ഥാനത്തിൽ ലബോറട്ടറിയുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസിന് വ്യത്യാസം വരാം. പക്ഷേ അതായത് ഇപ്പൊ വലിയ ലബോറട്ടറികളിൽ വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ചെറിയ ലാബിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് മാത്രമാണ് കൊടുക്കുക. പക്ഷെ എന്നിരുന്നാലും നിയമപരമായും അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ലബോറട്ടറിയിൽ എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നിർബന്ധമാണ്. അപ്പൊ ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നിയമപരമായും അതുപോലെ തന്നെ അന്തർദേശീയ നിലവാരങ്ങൾക്കും അനുസൃതമായിരിക്കണം. അപ്പോ എല്ലാ ലബോറട്ടറിയും കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ? ആ സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടായിരിക്കണം, അതായത് ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ടുള്ള സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലബോറട്ടറി പ്രവർത്തിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവര് പറയുന്ന, അതായത് ഈ ലബോറട്ടറി നമ്മുടെ രാജ്യത്തുള്ള ലബോറട്ടറികളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിക്കും. അപ്പോ ആ ഒരു സ്ഥാപനം പറയുന്ന റൂളിനനുസരിച്ചിട്ടായിരിക്കണം എന്ത് പോകേണ്ടത്? ലബോറട്ടറി പ്രവർത്തിക്കേണ്ടത്. ഞാൻ എന്താ പറഞ്ഞത്? 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ക്ലിനിക്കൽ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലബോറട്ടറി കൊടുക്കുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് വ്യത്യാസം വരാം. പക്ഷെ എന്നിരുന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ലാബിലും വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം. അപ്പൊ ഓരോ ലാബ് എന്ത് ചെയ്യണം? നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ലാബിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ.
അതുപോലെ തന്നെ ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട്, അതായത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അത് കീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എഫിഷ്യൻസി, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റിയും എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു ലബോറട്ടറി ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 3 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്ന്, ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്ന അതായത് ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾസിന്റെ ക്വാളിറ്റിക്ക്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റി, ഈ 3 കാര്യങ്ങൾക്കും ലബോറട്ടറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലബോറട്ടറി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ജീവനക്കാർക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ലബോറട്ടറി മാനേജ്മെന്റ് ആണ്. അതായത് ലബോറട്ടറി നടത്തുന്നത് ആരാണോ അവരാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെയുള്ള ജീവനക്കാർക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. The next one, good laboratory design should examine the following. അതായത് ഒരു ഗുഡ് ലബോറട്ടറി എന്ന് പറയുന്നതിന്റെ ഡിസൈൻ എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെയായിരിക്കണം ഒരു നല്ല ലബോറട്ടറി പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈനേജ് ആണ്. Signage within or outside the facility should be made available that it consists of the following information: name, registration number, service offered, working hours, contact number, fees for different tests and services. ആദ്യം തന്നെ ഒരു നല്ല ലബോറട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സൈനേജ്, അതായത് ലാബിന്റെ അകത്തും പുറത്തുമായി വ്യക്തമായിട്ടുള്ള സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാബിന്റെ അകത്തും പുറത്തൊക്കെ സൈൻ ബോർഡ് ഇരിക്കുന്നേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ലാബിന്റെ പുറത്തായിക്കോട്ടെ അല്ലെങ്കിൽ അകത്തായിക്കോട്ടെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കണം. ഇനി ആ സൈൻ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? സൈൻ ബോർഡിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഒന്നാണ് ലാബിന്റെ പേര്, അല്ലെ? അതായത് എല്ലാ ലാബുകൾക്കും ഒരേപോലുള്ള പേരായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്, അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ലാബിന്റെ പേരെന്താണെന്ന് സൈൻ ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് ലാബിന്റെ ഹയർ ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെ? അതായത് ലൈസൻസോട് കൂടി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്ത്? രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് ആ ലാബ് കൊടുക്കുന്നത്, രോഗികൾക്ക് വേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. then അടുത്തതാണ് വർക്കിംഗ് അവേഴ്സ്, അതായത് ഒരു ലാബ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ കൃത്യമായും എത്ര സമയമാണ് ആ ലാബിൽ വർക്കിംഗ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വർക്കിംഗ് അവർ എന്ത് ചെയ്തിരിക്കണം? ആ ബോർഡില് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാട്ടോ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലബോറട്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ, ലാബുമായിട്ട് ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് നമ്പർ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, അതായത് പലതരത്തിലുള്ള ടെസ്റ്റുകൾക്കും സേവനങ്ങൾക്കുമായിട്ട് എത്ര ഫീസ് ആണ് ഈടാക്കുന്നത് അതും എന്ത് ചെയ്തിരിക്കണം? ഇതില് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൈൻ ബോർഡിൽ ലബോറട്ടറിക്കുള്ളിലെയും അതുപോലെ തന്നെ പുറത്തെയും സൈൻ ബോർഡുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, fees for different tests and services. The next one, essential health and safety regulations. Use safety signage as applicable. അതായത് ലബോറട്ടറിയിൽ വരുന്ന
ആളുകളുടെയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെയും എന്താ പറയാ ഒരു സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ട് ചില സേഫ്റ്റി റെഗുലേഷൻസ് എവിടെ കീപ്പ് ചെയ്തിരിക്കണം? ലബോറട്ടറിയിൽ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാർണിംഗ് സൈൻ ബോർഡുകൾ. നമ്മൾ ചില ലബോറട്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാണാം? ചില വാർണിംഗ് സൈൻസോട് കൂടി ചില ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. അത് അവിടെ വരുന്ന ആളുകളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചില സൈൻ ബോർഡുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ എസെൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ലബോറട്ടറിയിൽ സൈൻ ബോർഡുകളോടുകൂടി സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തേത് എമർജൻസി പ്ലാൻസ്, ഫയർ, കെമിക്കൽ സ്പില്ലേജ്, lab accidents, etc. and disaster management plans. Okay, അതായത് ഇവിടെ പറയുന്നത് എമർജൻസി പ്ലാൻസ് ഉണ്ടായിരിക്കണം. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എമർജൻസി പ്ലാനുകൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ലബോറട്ടറി ആണ്, അപ്പൊ അവിടെ ചിലപ്പോൾ തീപിടുത്തം ഉണ്ടാവാം, ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കെമിക്കൽ സ്പില്ലേജ്, കെമിക്കൽ ചോർച്ച അല്ലെ, രാസവാതകങ്ങള് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ചോരാനായിട്ട് സ്പില്ലേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ലാബ് ആക്സിഡന്റ്, പലതരത്തിലുള്ള അപകടങ്ങളും ലബോറട്ടറിയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുക. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഒരു ലബോറട്ടറിയിൽ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആ സമയം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുക എന്നുള്ളതാണ് എമർജൻസി പ്ലാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കോൺസ്റ്റന്റ് പവർ സപ്ലൈ. അതായത് സ്ഥിരമായിട്ട് വൈദ്യുതി ലഭ്യത ഉണ്ടായിരിക്കണം. ലാഭാണ് അല്ലെ, അപ്പൊ എപ്പോഴും എന്ത് വേണം? അവിടെ കറന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ സ്ഥിരമായിട്ട് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം അവിടെ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് വെന്റിലേഷൻ, എൻവയൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അതുപോലെ തന്നെ വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകണം. അതായത് ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വായു സഞ്ചാരം വേണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഒരു സെക്കൻഡ് കേട്ടോ, അതായത് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ആർദ്രത, ഇതൊക്കെ എന്താണ്? നല്ല രീതിയിൽ വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോളിലായിരിക്കണം ഉണ്ടാവുക. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോളിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാകണം. ഓക്കെ, നല്ല രീതിയിലുള്ള വെട്ടം ഉണ്ടാകണം, വെളിച്ചമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ത്? ലബോറട്ടറി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റഫറൽ സെന്റേഴ്സ്. അതായത് റഫറൽ സെന്ററുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ഈ റഫറൽ സെന്റർ എന്ന് പറയുന്നത്? അപ്പോ ഒന്ന് മെസ്സേജ് ചെയ്തേ, കമന്റ് ചെയ്തേ. എന്താണ് റഫറൽ സെന്റർ? ലബോറട്ടറിയുടെ റഫറൽ സെന്റർ എന്ന് പറയുന്നത് എന്താ? റഫറൽ സെന്റർ റഫറൽ സെന്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഇത് ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ലബോറട്ടറിയിൽ ബ്ലഡ് സാമ്പിൾ കൊടുക്കാനായിട്ട് പോയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഡോക്ടർ എഴുതി തന്ന ഒരു ടെസ്റ്റ് ആ ലാബിൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ലാബിൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനു മുകളിൽ മറ്റൊരു ലാബ് അവർക്ക് ഉണ്ടാവും അല്ലെ.
ഡിസ്ട്രിക്ട് ഫേസ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് അവർക്ക് മുകളിൽ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിന്റെ സാമ്പിൾ അവരെന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് അയക്കും. ഓക്കെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലാബിലേക്കായിരിക്കും എന്തായിരിക്കാം ഇവര് സാമ്പിൾ അയക്കുക. നമുക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് റിസൾട്ടിനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയും ഇത് അങ്ങോട്ടേക്ക് അയച്ചേക്കുവാണ്, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, ഇപ്പൊ തന്നെ വരും എന്ന് പറയും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ, റഫറൽ സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റഫറൽ സെന്ററുമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്ക് വേണം, ഈ ലബോറട്ടറിക്ക് വേണം കേട്ടോ. ഓക്കെ, എന്തുണ്ടെങ്കിലും ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ പലതും നമ്മൾ റഫറൽ സെന്ററിലേക്കാണ് അയക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് റിസൾട്ട് വരിക. ഓക്കെ, അപ്പൊ അവരുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾസ് ടു റഫറൽ സെന്റേഴ്സ്. അതുപോലെ തന്നെ റഫറൽ സെന്റേഴ്സില് കറക്റ്റ് ആയിട്ടുള്ള, അതായത് സാമ്പിളുകള് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഒരു നല്ല ലബോറട്ടറിയുടെ എന്താ പറയാ ഒരു ഇതായിട്ട് വരുന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈവശമുള്ള സാമ്പിള് നമ്മുടെ അവിടെ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ, ആ ലാബിൽ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ആ റഫറൽ സെന്ററിലോട്ട് ആ സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഗുഡ് ലബോറട്ടറിയുടെ അടയാളമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, lab areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. അതായത് നമ്മള് ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ ചില വാർണിംഗ് സൈനുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത്, അതായത് ചില ഏരിയാസ് ഉണ്ട് നമ്മൾ ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. എന്താണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്? കാർസിനോജൻസ് എന്ന് പറഞ്ഞാല് the agents that promoting cancer, ക്യാൻസർ വരുത്തുന്ന ഏജൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, കാർസിനോജൻസ് എന്ന് പറയാ കേട്ടോ. ഒന്ന് എഴുതിയെടുക്കുക, the agents that promoting cancer, the agents that promoting cancer. Okay, കാർസിനോജൻസ്. അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ് അല്ലെ, അതായത് എക്സ്ഫോം റേഡിയേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് എന്താ റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോ ഹസാർഡ്സ് അല്ലെ, അതായത് ജൈവപരമായിട്ടുള്ള എന്താണ് വേസ്റ്റേജ് അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള, അതായത് മനുഷ്യന് ഹാർംഫുൾ ആയിട്ടുള്ള ചില ഹസാർഡുകൾ, ജീവപരമായിട്ടുള്ള ചില ഹസാർഡുകൾ, ബയോ ഹസാർഡ്സ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് തീവ്രപ്രകാശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മള് ലബോറട്ടറിയിൽ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഹാർംഫുൾ ആണ്, അല്ലെങ്കിൽ അതത്ര നല്ലതല്ലാത്തതാണ്. അപ്പോ അതിനനുസരിച്ച് ആ ഏരിയയൊക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് സൈനോട് കൂടി എന്ത് ചെയ്തിരിക്കണം, ബോർഡുകൾ സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, ലാബ് ഏരിയാസിലെ കാർസിനോജൻസ്, അതുപോലെ റേഡിയോ ഐസോട്ടോപ്സ്, ബയോ ഹസാർഡ്സ്, ലേസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വാർണിംഗ് സൈൻ സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. The next one, to issue cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for warning, work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. Okay, ഇവിടെ പറയുന്നത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് കേട്ടോ അർത്ഥം, ഒഴിവാക്കുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്പോർട്ട് ഓഫ് മൈക്രോ ഓർഗാനിസം. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്പോർട്ട് ഓഫ്
മൈക്രോ ഓർഗാനിസം. ഓക്കെ, അപ്പോ മൈക്രോ ഓർഗാനിസത്തിന്റെ, അതായത് സൂക്ഷ്മാണുക്കളുടെ ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിലുള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിസൈൻ ചെയ്തിരിക്കണം ലബോറട്ടറി. എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്? അതായത് റിസപ്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിസൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്പെസിമെൻ കളക്ഷൻ, സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഏരിയ എന്ത് ചെയ്തിരിക്കണം? മാറ്റി വെച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് വേറൊരു ഏരിയ ആയിട്ട് മാറ്റണം. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ഇതൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കണം. ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള കെട്ടിടമാണ്. എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് നടത്താൻ പറ്റുമോ? റിസപ്ഷനും അതുപോലെ തന്നെ സാമ്പിൾ കളക്ഷനൊക്കെ ഒറ്റ റൂമിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ലബോറട്ടറി ഒറ്റ ഇതിൽ ചെയ്യുന്നതില്ല അല്ലേ? സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ട്, റിസപ്ഷന് വേണ്ടി വേറെ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിമെൻ എന്താ പറയാ വെയിറ്റിംഗ് ഏരിയ വേറെയാണ്, വർക്ക് ഏരിയ വേറെ ആയിരിക്കുള്ളൂ, പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസൽ ഏരിയ വേറെയാണ്, പിന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ് ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് സ്റ്റാഫിനുള്ളതായാലും പേഷ്യൻസിനുള്ളതായാലും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ടോയ്ലറ്റ് സ്ഥാപിക്കുക എന്നുള്ളതും ലബോറട്ടറിയുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലബോറട്ടറിയിൽ. അപ്പോ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വേർതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊക്കെ ലാബിൽ ചെന്നിട്ടുണ്ട് അല്ലെ? ലബോറട്ടറിയുടെ അകത്ത് അല്ലെങ്കിൽ സ്പെസിമെൻസ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി പരിശോധിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് പ്രവേശനം ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മളെ അവിടെ എൻട്രി ചെയ്യിപ്പിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ അതിനാണ് അത് സെപ്പറേറ്റ് ആയിരിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും കേട്ടോ. The last one, specimen sample slide storage facility including cold storage wherever applicable. Only authorized personnel should have access to examination area, record keeping area. ഇനി സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ അല്ലെങ്കിൽ സ്ലൈഡ്, ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതായത് സാമ്പിൾസ് സംഭരിക്കാൻ പ്രത്യേക കോൾഡ് സ്റ്റോറേജ്, ഡീപ് ഫ്രീസർ എന്നിവ ആവശ്യമാണ്. അപ്പൊ ഒരു ലബോറട്ടറിയിൽ എന്ത് വേണം? സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജ് സൗകര്യം ആവശ്യമാണ്. അതുപോലെ തന്നെ ഡീപ് ഫ്രീസറിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ അവൈലബിൾ ആയിരിക്കണം? ലബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്പെസിമെൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ആർക്ക് അനുവാദം ഇല്ല? പേഷ്യൻസിനൊന്നും അനുവാദം ഉണ്ടായിരിക്കില്ല. അവിടെ അംഗീകൃതമായിട്ടുള്ള, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ആ ഏരിയയിലോട്ട് പ്രവേശനം ലഭിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു നല്ല ലബോറട്ടറി ആയിട്ട് ഒരു ലാബിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. Medical laboratories according to NABL are divided into 4 as below. Irrespective of the place they are operating and are equally applicable to both public and the private sector. അതായത് മെഡിക്കൽ ലബോറട്ടറീസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. NABL ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. NABL എന്ന് പറഞ്ഞാൽ എന്താണ്? NABL കേട്ടിട്ടുണ്ടോ നിങ്ങള്? NABL കേട്ടിട്ടുണ്ടാവും.
ഇല്ല അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണെന്ത് NABL എന്ന് പറയുന്നത്. NABLന്റെ അംഗീകാരത്തോടു കൂടിയായിരിക്കും ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നത്. എല്ലാ ലബോറട്ടറികളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയ ലാബൊന്നും നമുക്ക് ചിലപ്പോ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും ലബോറട്ടറികൾക്ക് NABLന്റെ അംഗീകാരം ആവശ്യമാണ്. അപ്പോ ഇന്ത്യയിലുള്ള എല്ലാ ലബോറട്ടറികൾക്കും അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? NABL ആണ്. NABLന്റെ ഫുൾ ഫോം പറയാം കേട്ടോ, എഴുതിക്കോളൂ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ National Accreditation Board for Testing and Calibration Laboratories. ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരാള് കേട്ടോ. National Accreditation Board for Testing and Calibration Laboratories. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, ഇന്ത്യയില് ഉള്ള എല്ലാ ലബോറട്ടറികൾക്കും അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനത്തെ നമുക്ക് എന്ത് പറയാം? NABL എന്ന് വിളിക്കാം. അപ്പൊ NABL ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? ലബോറട്ടറികളെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആ 4 ഡിവിഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ് ആണ്. A laboratory that receives samples of up to 100 participants per day. അതായത് 100 വരെയുള്ള സാമ്പിളുകൾ ഒരു ലബോറട്ടറിയിൽ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ 100 പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ലബോറട്ടറികളെ നമുക്ക് സ്മോൾ സൈസ്ഡ് ലബോറട്ടറീസ് എന്ന് വിളിക്കാം. അപ്പൊ ഒരു ദിവസം ഒരു ലാബിൽ 100 സാമ്പിൾസ് ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് എത്തരത്തിലുള്ള ലബോറട്ടറി ആയിരിക്കും? സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തേതാണ് മീഡിയം സൈസ്ഡ്. A laboratory that receives samples of up to 101 to 400 participants per day. അതായത് ഒരു ലബോറട്ടറിയിൽ 101 തുടങ്ങി 400 വരെയുള്ള സാമ്പിൾസ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് സി ആണ്, ലാർജ് സൈസ്ഡ്. A laboratory that receives samples of more than 401 to 1000 patient participants per day. അതായത് ഒരു ലബോറട്ടറിയിൽ 401 തുടങ്ങി 1000 സാമ്പിൾസ് വരെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ലാസ്റ്റ് വൺ വെരി ലാർജ് സൈസ്ഡ്. A laboratory that receives more than 1000 patients participants per day. അതായത് വെരി ലാർജ് സൈസ്ഡ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി 1000-ൽ കൂടുതൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷൻ. A laboratory having more than one location in the same district with the same legal identity. അതായത് ഒരു ലബോറട്ടറി എന്ന് പറയുന്നത്, ഒരു ലബോറട്ടറിക്ക് ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം ലാബുകൾ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ DDRCയുടെ ലാബുകൾ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ തന്നെ പലതുണ്ടാകും. അതിന് നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം ലാബുകൾ, അതായത് ഒരു ലാബ് തന്നെ അതിന്റെ പല ബ്രാഞ്ചസ് ആ ജില്ലയിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അടുത്ത നമുക്ക് എക്വിപ്മെന്റിലോട്ട് പോവാം.
ആദ്യം നിങ്ങൾ 2 മിനിറ്റ് എടുത്തിട്ട് ആ എക്യുപ്മെന്റ് എന്നുള്ള ഒരു ഹെഡിങ് പോയിന്റ്സുകൾ ഒന്ന് വായിക്കുക കേട്ടോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനാണ് നീതു പ്രശാന്തയായിട്ട് സ്പെല്ലിംഗ് തെറ്റ് എന്താണ്? എക്യുപ്മെന്റ് ഇല്ലേ? ഓക്കെ. റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ തപ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് needed for functioning of the laboratory depending on the kind of test performed. Equipment consists of hardware and software of instruments, measuring systems and laboratory information systems. അതായത് ഓരോ ലാബുകളും അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾക്കനുസരിച്ച് എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്യും. ഓക്കെ. അതായത് ഓരോ ലാബുകൾക്കും അവിടെ എന്താണോ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആണ് ആര് അറേഞ്ച് ചെയ്യുന്നത്? ആ ലാബ് അറേഞ്ച് ചെയ്യുന്നത്. എക്യുപ്മെന്റ് ലൈക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, അതായത് ഹാർഡ്വെയർ എക്യുപ്മെന്റും ഉണ്ടാവും, സോഫ്റ്റ്വെയർ എക്യുപ്മെന്റ്സും ഉണ്ടാവും. ഓക്കെ, 2 തരത്തില്. പിന്നെ അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. തെർമോമീറ്റർ, അതുപോലെ തന്നെ സിഗ്മോ മാനോമീറ്റർ പോലുള്ള മെഷറിംഗ് സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റവും ഉണ്ടാവും, LIS. പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരും എന്താണെന്ന് LIS എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്, ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, ബേസിക് ഐഡിയയും തരാം. ഓക്കെ. അപ്പൊ ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾക്കനുസരിച്ച് ആണ് എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പിന്നെ മെഷറിംഗ് സിസ്റ്റംസ് ഉണ്ട്. മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തെർമോമീറ്റർ, അതുപോലെ സിഗ്മോ മാനോമീറ്റർ, അങ്ങനെയുള്ള മെഷറിംഗ് സിസ്റ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ LIS എന്ന് പറയുന്നത്, അതായത് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റവും ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ദ ഫോളോവിങ് ഷുഡ് ബി മേഡ് ഷുവർ. എന്തൊക്കെ കാര്യങ്ങളാണ് എക്യുപ്മെന്റിൽ നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. അതായത് ഓരോ ലാബും അവരുടെ ഡിസൈനും കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കണം.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ലാബുകളുണ്ട്, വലിയ ലാബുകളുണ്ട്. അപ്പോ ലാബിന്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ലാബിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, all equipment should be qualified before it is taken for clinical use. ഓരോ എക്യുപ്മെന്റ്സും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരിക്കണം. അതായത് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും ചെക്ക് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു എക്യുപ്മെന്റ് പേഷ്യന്റിന് ആവശ്യമായിട്ട് വരാം. അപ്പൊ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടല്ല, അത് തുറക്കുന്ന സമയത്ത് തന്നെ എല്ലാ എക്യുപ്മെന്റുകളും പ്രവർത്തനമാണോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, all equipment should be usable condition at all times. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും യൂസ്ഡ് കണ്ടീഷനിലുള്ളവയായിരിക്കണം. അതായത് ഒന്നും പ്രവർത്തനരഹിതമാകുന്നത് ഉണ്ടായിരിക്കരുത്. എല്ലാരും ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കണം ലാബില് ഉണ്ടായിരിക്കേണ്ടത്. 3 പോയിന്റ് മനസ്സിലായോ? ഞാൻ 3 പോയിന്റ്സ് പറഞ്ഞു, മനസ്സിലായോ? ഓക്കെയാണ്? ഓക്കെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? ഓരോ ലാബും അവരുടെ ഡിസൈനും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കണം എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തേത്, ഓരോ എക്യുപ്മെന്റ്സും യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, എല്ലാ എക്യുപ്മെന്റ്സും യൂസ്ഡ് കണ്ടീഷനിൽ ഉള്ളതായിരിക്കണം, അതായത് പ്രവർത്തിക്കുന്നതായിരിക്കണം. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per the recommendation of the manufacturer of more as required. Example, with the overuse of aging of equipment. അതായത് ഈ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളില് പതിവ് പരിശോധന നടത്തിയിരിക്കണം, ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. അതായത് അത് പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ്, അതെല്ലാ എക്യുപ്മെന്റുകളിലായാലും പരിശോധനകൾ, അതായത് ചെക്ക് ചെയ്യണം, കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വൃത്തിയായിട്ടുള്ളതായിരിക്കണം, ക്ലീൻ ആയിട്ട് വേണം എക്യുപ്മെന്റുകൾ സൂക്ഷിക്കാൻ. നെക്സ്റ്റ്, മെയിൻ്റനൻസ് നടത്തിയിരിക്കണം. അതായത് പ്രോപ്പർ ആയിട്ട് അത് അടിച്ച്, അതായത് പറയാ വൃത്തിയായിട്ട് തുടച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്തിരിക്കണം, എക്യുപ്മെന്റ് നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ എക്യുപ്മെന്റിന്റെ കാലപ്പഴക്കമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വളരെയധികം എന്താ പറയാ, കൂടുതൽ കാലം ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് മാറ്റാനുള്ള സമയമായെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അല്ലെ, അങ്ങനെയല്ലേ? ഏതൊരു കാര്യം അങ്ങനെയല്ലേ? ഏതൊരു ഉപകരണമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും നമ്മൾ പതിവായിട്ടുള്ള ഇൻസ്പെക്ഷൻ അത് പ്രോപ്പർ ആയിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളമാണ് ഇനി അത് ഉപയോഗിക്കാൻ പറ്റുക, അതിന്റെ ഇത് തീർന്നു പോയോ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ കാലപ്പഴക്കം ചെന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലേ? പറ്റില്ലേ? പറ്റോ ഇല്ലയോ? പറ്റും അല്ലേ? അപ്പൊ ഒരു ഉപകരണം അത് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് എത്രത്തോളം പ്രവർത്തിക്കുമെന്നും അല്ലെങ്കിൽ അത് പഴകിയതാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. Then next one, laboratory should maintain needful instructions for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. അതായത് SOP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെയാണ് SOP എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെപ്പ് വൈസ് ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ. അതായത് എങ്ങനെയാണ് ഹൗ ടു യൂസ് എക്യുപ്മെന്റ്, അതായത് എങ്ങനെയാണ് ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡിലാണ് ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്, ഒരു ലാബിനകത്ത് എക്യുപ്മെന്റുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ SOPs ഉണ്ടായിരിക്കണം. അപ്പോ ഒരു ലാബിൽ എന്തുണ്ടായിരിക്കണം? SOPs ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം.
ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ അത് പ്രവർത്തിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടായിരിക്കുക, SOPs ഉണ്ടായിരിക്കുക. അപ്പൊ SOPs ഒരു കോപ്പി ലാബില് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഈ മാർഗനിർദ്ദേശം ഈ ഗൈഡ് ലൈൻസിന്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാബിൽ സൂക്ഷിക്കണം. ഒരു കോപ്പി എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് എക്യുപ്മെന്റ് ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ അടുത്ത് തന്നെയായിട്ട് അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടാകും. ഓക്കെ, അടുത്തത് പറയാലോ? അടുത്തത് പറഞ്ഞോട്ടെ. Okay, the next one, all equipment should undergo calibration and verification. അതായത് എല്ലാ ഉപകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളും എക്യുപ്മെന്റുകളും കൃത്യതയുള്ളതായിരിക്കണം. ഓക്കെ, എല്ലാരും എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാത്തിലും സ്ഥിരതയുണ്ടോന്ന് ഉറപ്പിക്കണം നമ്മൾ. അതായത് ഇത് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതായത് ടെസ്റ്റുകൾ, അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോ ഈ എക്യുപ്മെന്റിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ തകരാറുകൾ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? നമ്മളൊന്ന് പറഞ്ഞേ. എക്യുപ്മെന്റുകളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ടെസ്റ്റ് റിസൾട്ടില് വേരിയേഷൻ ഉണ്ടാവും അല്ലെ? റിസൾട്ടിൽ എന്തുണ്ടാവും? വേരിയേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പേഴ്സ് of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അതായത് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതെ വന്നാൽ ഓക്കെ എന്ത് ചെയ്യണം? അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, റിപ്പയർ ചെയ്യാനുള്ള ആളിന്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ സൂക്ഷിക്കണം. ആ നമ്പർ ലാബിൽ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ? അതായത് എക്യുപ്മെന്റിന്റെ വാറന്റി കാർഡുകള്, അതുപോലെ തന്നെ ഈ എക്യുപ്മെന്റിന്റെ തകരാറിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ആളുടെ കോണ്ടാക്ട് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാബില് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, യൂസർ മാനുവൽ ഷുഡ് ബി readily അവൈലബിൾ ഫോർ റെഫറൻസ്. യൂസർ മാനുവൽ ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയാണ് ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കുക? ചിലപ്പോ പുതുതായിട്ട് ലാബിൽ വരുന്ന ഒരാൾക്ക്, പുതുതായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ചിലപ്പോ അത്ര പരിചിതമല്ലാത്തൊരു കാര്യമായിരിക്കും എക്യുപ്മെന്റുകൾ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് മറ്റാരുടെയും അല്ലെങ്കിൽ എന്താ പറയാ മറ്റൊരാളുടെ സഹായം ഇല്ലായ്മ, എന്താ പറയാ അവരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യൂസർ മാനുവൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിർബന്ധമായിട്ടും ലബോറട്ടറി എന്ത് സൂക്ഷിച്ചിട്ടുണ്ടാക്കണം? യൂസർ മാനുവല് സൂക്ഷിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയുമാണ് എക്യുപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണ്. സെവൻത് പോയിന്റ് ഒന്നുകൂടിയോ? സെവൻത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെന്റുകളൊക്കെ എന്താണ് ചിലപ്പോൾ തകരാറിലാകുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും കാര്യം, നമ്മളിപ്പോ ഒരു TV മേടിച്ചു എന്ന് വിചാരിക്കുക, കുറച്ച് നാള് കഴിഞ്ഞതിന് ശേഷം അത് കേടായി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണെങ്കിൽ ആ 1 വർഷമായിട്ടില്ല TV മേടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാറന്റി കാർഡ് ഉണ്ടെങ്കിൽ ആ കമ്പനിക്കാർ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ
അവരുടെ കോണ്ടാക്ട് നമ്പർ, ഏത് ഉപകരണമാണോ ഡാമേജ് ആയിട്ടുള്ളത് അത് റിപ്പയർ ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ എക്യുപ്മെന്റ് മേടിച്ചിട്ടുള്ളത് അവിടെയുള്ള എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണ്, അവരെ നേരിട്ട് നമുക്ക് വിളിച്ചു വരുത്താനും എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോ വാറന്റി കാർഡും അതുപോലെ തന്നെ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുന്ന ആളുടെ കോണ്ടാക്ട് നമ്പറും ലാബിൽ സൂക്ഷിക്കണം എന്നാണ് 7th പോയിന്റില് പറയുന്നത്. ഓക്കെ, അടുത്തത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. എന്താണ് ചില ലാബ് പിന്തുടരുന്ന ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഫോളോ ചെയ്യുക. അതൊന്നാണ് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. Specimen should be attached with at least 2 unique identifiers, example name, age, etc. അതായത് ലാബ് ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അതായത് ലാബില് ഒരു പേഷ്യന്റ് സാമ്പിൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സാമ്പിൾ എന്ത് ചെയ്യണം, 2 യൂണിക് ഐഡന്റിഫയേഴ്സ് വെച്ച് അത് ലേബൽ ചെയ്തിരിക്കണം. നമ്മൾ ഒരാൾ വന്നു, പലതരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ലാബ് അല്ലെ. എല്ലാവരുടെയും ചിലപ്പോൾ ബ്ലഡും യൂറിനും ഒക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാരും ഒരേ കളറിലുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിനെ ലേബൽ ചെയ്യാറുണ്ട്, രേഖപ്പെടുത്താറുണ്ട്. എങ്ങനെയാണ്, അതായത് അയാളുടെ നെയിം അല്ലെങ്കിൽ അയാളുടെ ഏജ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, ലേബൽ ചെയ്യും. ഇപ്പൊ സാമ്പിൾ എടുക്കുന്ന കുപ്പിയിൽ എന്ത് ചെയ്യാറുണ്ട്, ബോട്ടിലിൽ എന്ത് ചെയ്യാറുണ്ട്, പേരും ഏജ് ഒക്കെ എഴുതി വെക്കാറുണ്ട്, ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാറുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. നമ്മുടെ പേര് പേജൊക്കെ എഴുതാറില്ലേ അവരെല്ലാം സാമ്പിൾ എടുക്കുമ്പോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് specimen labeling using barcodes is an option that may decrease errors. അതുപോലെ തന്നെ നമ്മള് ബാർകോഡ് നോക്കി ലേബൽ ചെയ്യുവാണെങ്കിൽ എറർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് കൃത്യമായിട്ട് ഈ ആളുടേതാണ് ഈ സാമ്പിൾ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിലപ്പോ ഒരേ പേരും ഒരേ വയസ്സുള്ള 2 വ്യക്തികൾ വന്നു കഴിഞ്ഞാല് ആ 2 പേരുടെയും ഒരേ നെയിമും ഒരേ ഏജും ആണെങ്കിൽ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതിൽ ആരൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ പേരുകളിലാണ് അല്ലെ. അപ്പൊ ഓക്കെ നീ ഇത് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോ ബാർകോഡ് ഉണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് ഈ ആളുടേതാണ് ആ സാമ്പിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എറർ കുറയ്ക്കാൻ വേണ്ടി, ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബാർകോഡുകൾ നമുക്ക് സാമ്പിൾ കളക്ഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ വരുന്നത് ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോവിങ് ഡീറ്റെയിൽസ്. അതായത് ലേബലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലേബലില് പേഷ്യന്റിന്റെ നെയിം ഉണ്ടാകും, അതുപോലെ ഏജ് ഉണ്ടാവും, ജെൻഡർ ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് ID, എന്ത് ടെസ്റ്റ് റിക്വസ്റ്റഡ്, എന്ത് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സാമ്പിള്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, അതായത് സാമ്പിള് കളക്ട് ചെയ്ത ടൈമും ഡേറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ലേബൽസിൽ ഉണ്ടാവുക. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കറക്റ്റ് ആയിട്ട് ഒരാളുടെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. അപ്പൊ എന്താണ്, നമുക്ക് റിക്വസിഷൻ ഫോം നോക്കാം. The requisition form should be finished by the doctor, health worker, requesting the test and sent together with the specimen patient to the laboratory. അതായത് പരിശോധനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ഒരു ഫോമിൽ രോഗിയുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് സാമ്പിളിനൊപ്പം ലബോറട്ടറിയിലേക്ക് അയക്കുന്നു. അതായത് പേഷ്യന്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു ഫോം ആണെന്ത്, റിക്വസിഷൻ ഫോം എന്ന് പറയുന്നത്. അത് ഡോക്ടറോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് വർക്കർമാരോ ആണ് എന്ത് ചെയ്യുക, ആ ഫോം ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, പേഷ്യന്റ് സാമ്പിൾ എടുത്ത് ഈ ഫോമിന്റെ കൂടെ ലബോറട്ടറിയിലേക്ക് അയക്കും. അപ്പൊ കൃത്യമായിട്ട് പേഷ്യന്റെ പേര്, അതുപോലെ ഏജ്, സെക്സ്,
ഏത് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, ഏത് ഡോക്ടറാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് റിക്വസിഷൻ ഫോമിൽ ഉണ്ടാകും. ഏത് ടെസ്റ്റ് ആണ് നടത്തേണ്ടത്, എപ്പോഴും ഡേറ്റ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു റിക്വസിഷൻ ഫോമിൽ ഉണ്ടാകുന്നത്. ഇതോടുകൂടിയാണ് സാമ്പിൾ എന്ത് ചെയ്യുന്നത്, ലബോറട്ടറിയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, the patient's identity, age, location, date and time of specimen collection, investigation, requested and the source of a sample, example for culture, histopathology should also be included. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പേര് എന്താണ്, പേഷ്യന്റിന്റെ ഏജ്, ലൊക്കേഷൻ എവിടെയാണ്, ഡേറ്റ് എന്താണ്, ടൈം എപ്പോഴാണ് സ്പെസിമെൻ കളക്ഷന്റെ, പിന്നെ അതുപോലെ തന്നെ ഏത് സാമ്പിൾ ആണ്, ചിലപ്പോൾ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ യൂറിൻ ആവാം, ചിലപ്പോൾ അതുപോലെ തന്നെ ടിഷ്യൂസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാമ്പിൾ എങ്കിൽ അതും എന്ത് ചെയ്തിരിക്കണം, ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഈ റിക്വസിഷൻ ഫോമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും എടുത്താൽ മതി, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ല അല്ലെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ എന്നാ പൊയ്ക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു.